ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കറിയാം വേൾഡിലെ തന്നെ ബെസ്റ്റ് ഫിഷസുകളിൽ പെട്ടതാണ് നമ്മുടെ സാൽമൺ, മാക്രൽ, മത്തി, അതുപോലെ നമ്മുടെ ട്യൂണ ഫിഷൊക്കെ. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ധാരാളം പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് ആൻഡ് വൈറ്റമിൻ B12 ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാൻഡ് ട്യൂണാണ്. ഇത് സൺഫ്ലവർ ഓയിലിൽ വരുന്നതാണ്, ഇതുപോലെ വാട്ടറിൽ വരുന്നതും ഉണ്ട്. അതെന്ന് വെച്ചാൽ കാലറിയിൽ ഡിഫറൻസ് ഉണ്ടാവും. വാട്ടറിൽ വരുന്നത് കുറച്ചുകൂടെ കാലറി കുറവായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഇത് ഓരോന്നും ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതുപോലത്തെ 3 ടിന്നാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള 3 വലിയുള്ളി, ഒരു 5-8 പച്ചമുളക്, അതുപോലെ 5-8 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി. ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ടിൻ ഫിഷിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ഓയിൽ മാത്രം അങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്താൽ അതിൻ്റെ ഓയിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടില്ല, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്കൊരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാനിട്ടില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ. ഇനി വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വലിയുള്ളിക്ക് പകരം ചെറിയുള്ളി എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇത് സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതിലെ കട്ടകളൊക്കെ ഉടച്ചെടുത്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം മസാല ചേർത്തപ്പോഴും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ മസാലക്കും ഉള്ളിക്കും മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ടിൻ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വരുന്നത്. അതുപോലെ ടിൻ ഫിഷ് ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ മസാലകളൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ കളറൊക്കെ ചേഞ്ചായി ഉള്ളിയൊക്കെ നല്ലപോലെ വാടി മസാലയിൽ കിടന്ന് ഇത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടിൻ ഫിഷ് ഫ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയുമാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.